തപസ്സുകാലം 2-ാം വാരം വ്യാഴം. തിരുവചനം. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. അടുത്ത കാലത്ത് ആത്മഹത്യകൾ കൂടുകയാണ്. ഇതിന് പിന്നിലുള്ള ഒരു കാരണം എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, സഹായിക്കുവാനും ആരുമില്ല എന്ന ചിന്തയാണ്. മക്കളുമായി അമ്മമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, മരണദിവസം പകൽ ജോലിക്ക് പോയപ്പോൾ ചിലർ വളരെ മ്ലാനവതരായി കാണപ്പെട്ടു. ആ ദിവസം ഉച്ചയ്ക്ക് കഴിക്കുവാൻ കൊണ്ടുപോയ ഭക്ഷണം ചിലർ കഴിച്ചിരുന്നില്ല. അല്പം താല്പര്യം കാണിക്കുവാനോ എന്തു പറ്റിയെന്ന് ചോദിക്കുവാനോ തിരക്ക് പിടിച്ച് ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർക്ക് സാധിച്ചില്ല. ഒരു നുള്ളു സ്നേഹം, ചെറിയ ഒരു ഇടപെടൽ ചിലപ്പോൾ എല്ലാം മാറ്റിമറിക്കും. ആത്മഹത്യ ചെയ്യുവാനായി ട്രാക്കിലൂടെ കടന്നു പോയപ്പോൾ മകൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് പേടിയാകുന്നുവെന്ന്. അമ്മ മകനെ കെട്ടിപ്പിടിച്ചു നിന്നു. അതോടെ അമ്മയുടെ തീരുമാനം മാറി. മകന് അറിയാവുന്ന ഭാഷയിൽ അമ്മയുടെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. ഇന്ന് വായിച്ചു കേട്ട ഉപമയിൽ യേശു ദരിദ്രനായ ലാസറിനെക്കുറിച്ചും അവൻ്റെ പട്ടിയെക്കുറിച്ചും വ്രണങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്നുണ്ട്. ഇന്നത്തെ ഉപമയിലെ ധനവാൻ വളരെ ഉയരത്തിലാണ് ജീവിക്കുന്നത്. താഴോട്ട് വന്ന് വീട്ടുപടിക്കലെ ലാസറിനെ ഒന്ന് നോക്കുവാൻ പോലും സാധിക്കാത്ത വിധം അദ്ദേഹം മറ്റൊരു ലോകത്താണ്. അതിനാൽ മരിച്ചതിന് ശേഷവും അവർ രണ്ടുപേരും 2 ലോകത്താണ്.